ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1115 ഒരാഴ്ചക്കിടെ ഇന്തോനേഷ്യയിൽ മാത്രം മരിച്ചത് 604 പേരാണ്. 335 പേർ ശ്രീലങ്കയിലും 176 പേർ തായ്ലൻഡിലും മരണപ്പെട്ടുവെന്നാണ് കണക്ക്. നൂറുകണക്കിന് ആളുകളെ കാണാതായി. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഇന്തോനേഷ്യയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. സെനിയർ എന്ന അപൂർവമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഇന്തോനേഷ്യയിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായത്. സുമത്ര ദ്വീപിൽ മാത്രം മരണസംഖ്യ 300 കടന്നെന്ന് കണക്കുകൾ പറയുന്നു. 2 ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതോടെയാണ് ശ്രീലങ്കയിൽ ദുരിതമുണ്ടായത്. തുടർച്ചയായി പെയ്ത മഴയിൽ ശ്രീലങ്കയിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. 200-ലേറെ പേരെ കാണാതായി. പതിറ്റാണ്ടുകൾക്കു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് ശ്രീലങ്കയിൽ കണക്കുകൾ പറയുന്നു. നിർത്താതെ പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിലാണ് തായ്ലൻഡ്. 4 ലക്ഷത്തോളം ആളുകളെയാണ് ദുരന്തം ബാധിച്ചത്. തെക്കൻ സോങ്കാല പ്രവിശ്യയിൽ വെള്ളം 10 അടി വരെ ഉയർന്നിരുന്നു. ഹാറ്റിയ നഗരത്തിൽ ഒറ്റ ദിവസം 335 മില്ലിമീറ്റർ മഴ പെയ്തത് 300 വർഷത്തിനിടയിൽ റെക്കോർഡായിരുന്നു.